വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോറിലേഷൻ എന്താണെന്നും കോറിലേഷൻ്റെ മീനിങ് എന്താണെന്നുമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കോറിലേഷൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നാച്ചർ ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്, കോറിലേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ച് നോക്കുമ്പോൾ കോറിലേഷൻ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഒന്ന് പോസിറ്റീവ് കോറിലേഷൻ, 2 നെഗറ്റീവ് കോറിലേഷൻ, 3 നോ കോറിലേഷൻ അല്ലെങ്കിൽ സീറോ കോറിലേഷൻ. ഇങ്ങനെ 3 കോറിലേഷനാണുള്ളത്: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ അല്ലെങ്കിൽ നോ കോറിലേഷൻ. അതിൽ നമുക്ക് ഫസ്റ്റ് എന്താണ് പോസിറ്റീവ് കോറിലേഷൻ നോക്കാം. ഇഫ് ദ 2 വേരിയബിൾസ് ആർ മൂവിങ് ടുഗദർ ഇൻ ദ സെയിം ഡയറക്ഷൻ, അതായത് രണ്ട് വേരിയബിൾസും, നമ്മൾ 2 വേരിയബിൾസിൻ്റെ സ്റ്റഡി ആണല്ലോ നടത്തുന്നത്, ഈ 2 വേരിയബിൾസും മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണ് എങ്കിൽ then the correlation is called positive correlation. അവിടെ നമുക്ക് കോറിലേഷനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. That is, the increase in the value of one variable is accompanied by an increase in the value of other variable. എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വേരിയബിൾസ് എടുക്കുമ്പോൾ അതിൽ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേ വേരിയബിളും ഇൻക്രീസ് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിളും ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പോസിറ്റീവ് കോറിലേഷൻ. എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസിനാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. എന്താ ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ? ഹൈറ്റും വെയ്റ്റും അല്ലേ? ഒരാളുടെ ഹൈറ്റും വെയ്റ്റും, പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റും ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റും, അങ്ങനെ അതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വേരിയബിൾസ് എടുക്കുമ്പോൾ അതിൻ്റെ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിളും ഇൻക്രീസ് ചെയ്യാം, ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിളും ഡിക്രീസ് ചെയ്യാം. ഇങ്ങനെ ഒരേപോലെയാണ് നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് കോറിലേഷൻ. എക്സാമ്പിൾ എന്തൊക്കെയാണ്? യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് ഈൽഡ് ഓഫ് ക്രോപ്പ്. ശ്രദ്ധിക്കുക, നമ്മൾ ഒരു കൃഷി ചെയ്യുകയാണ്, ആ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുകയാണ്. നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ക്രോപ്പിൻ്റെ അളവ് കൂടും എങ്കിൽ പോസിറ്റീവാണ്. കാരണം ഫെർട്ടിലൈസറിൻ്റെ അളവ് കൂടുമ്പോഴാണ് അവിടെ എന്തും കൂടുന്നത്? ക്രോപ്പും കൂടുന്നത്. അതേപോലെ പ്രൈസ് ആൻഡ് സപ്ലൈ, വിലയും വിതരണവും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ഫോർ വേരിയബിൾസ് വിത്ത് പോസിറ്റീവ് കോറിലേഷൻ. ഇൻകം എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ്? നമുക്ക് ഇൻകം കൂടുമ്പോഴാണ് എക്സ്പെൻഡിച്ചർ കൂടുക, നമുക്ക് ഇൻകം കുറയുമ്പോൾ എക്സ്പെൻഡിച്ചറും കുറയും. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ നമുക്ക് ഇൻകം വളരെ കുറവായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചറും എന്തായിരുന്നു? വളരെ കുറവായിരുന്നു. ഇതാണ് പോസിറ്റീവ് കോറിലേഷൻ. 2 വേരിയബിൾസ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് വൺ നെഗറ്റീവ് കോറിലേഷൻ. അപ്പം പോസിറ്റീവ് കോറിലേഷൻ എന്താണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് കോറിലേഷനും എളുപ്പത്തിൽ മനസ്സിലാവും. ഇവിടെ 2 വേരിയബിൾസ് തമ്മിൽ പഠിക്കുമ്പോൾ ഒരു വേരിയബിൾ ഇൻക്രീസ് ആണെങ്കിൽ മറ്റേ വേരിയബിൾ ഡിക്രീസ് ആയിരിക്കും. അതായത് ഒരു വിപരീതമായിട്ട് ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. ഇഫ് ദ 2 വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ദെൻ ദ കോറിലേഷൻ ഇസ് കോൾഡ് നെഗറ്റീവ് കോറിലേഷൻ. കണ്ടോ, 2 വേരിയബിൾസിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റിലാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഈസ് അക്കമ്പനിഡ് ബൈ ആൻ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിൾ ഡിക്രീസ് ചെയ്യാം, ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിൾ ഇൻക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻക്രീസ് ആണ് ചെയ്യുന്നതെങ്കിൽ മറ്റേത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ലൈറ്റ് ഇങ്ങനെ അടിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ പ്രകാശം ഉണ്ടാവും, അറിയാലോ. എന്നാൽ ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ്, നമ്മൾ എവിടെ വെച്ചിട്ടാണ് ലൈറ്റ് അടിക്കുന്നത് അവിടെ നിന്ന് ഒരുപാട് ദൂരേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും? ലൈറ്റിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രൈസ് ആൻഡ് ഡിമാൻഡ്, വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയും. പ്രഷർ ആൻഡ് വോളിയം എക്സെട്ര എക്സാമ്പിൾസ് ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. ഇതൊക്കെ നെഗറ്റീവ് കോറിലേഷൻ എക്സാമ്പിളാണ്. ഒന്ന് വർദ്ധിക്കുമ്പോൾ ഒന്ന് കൂടും, ഒന്ന് വർദ്ധിക്കുമ്പോൾ ഒന്ന് കുറയും. ഓക്കെ, ഇനി നോ കോറിലേഷൻ.
If there is no association between the two variables, we say that there is no correlation or zero correlation. രണ്ട് വേരിയബിൾസ് തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും കാണുന്നില്ല എങ്കിൽ, അത് രണ്ട് വേരിയബിൾസ് തമ്മിൽ നമുക്ക് പ്രസൻ്റ്ലി ഒരു കണക്ഷനും കാണുന്നില്ല എങ്കിൽ അത്തരം റിലേഷനെയാണ് നമ്മൾ നോ കോറിലേഷൻ അല്ലെങ്കിൽ സീറോ കോറിലേഷൻ എന്ന് പറയാം. If the change in the value of one variable is not accompanied by any changes in the value of other variable, ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റേ വേരിയബിളിൽ യാതൊരു ഡിഫറൻസും ഉണ്ടാക്കുന്നില്ല, അത് ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല എങ്കിൽ ദാറ്റ് ഈസ് സീറോ കോറിലേഷൻ. എക്സാമ്പിൾ എന്തൊക്കെയാണ്? എമൗണ്ട് ഓഫ് റെയിൻഫാൾ ആൻഡ് സ്കോർ ഇൻ എൻ എക്സാമിനേഷൻ. മഴയുടെ അളവും എക്സാമിനേഷനിലെ മാർക്കും ഒരു ബന്ധമില്ല. ഹൈറ്റ് ആൻഡ് ഇൻ്റലിജൻസ്, ഉയരവും ബുദ്ധിയും, ഇതൊക്കെ നോ കോറിലേഷനാണ്. In some cases, the relationship between two variables may be proportional to each other. This is a perfect correlation. In some cases, എന്നാൽ ചില സാഹചര്യങ്ങളിൽ the relationship between the two variables, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം may be proportional to each other. ഒരു അനുപാതത്തിലായി പോകും. അങ്ങനെയാണെങ്കിൽ അത് പെർഫെക്റ്റ് കോറിലേഷൻ ആയിരിക്കും. ഓക്കെ, പെർഫെക്റ്റ് കോറിലേഷൻ. നമുക്ക് എന്താണ് പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് നോക്കാം. If the change in the value of one variable is proportional to change in the value of other variable, then the correlation is said to be perfect. If the variables are directly proportional, then the correlation is perfect positive, and if they are inversely proportional, then the correlation is perfect negative. എന്താ അങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നോക്കാം. റേഡിയസ് ആൻഡ് ഏരിയ ഓഫ് സർക്കിൾ, ഒരു സർക്കിളിൻ്റെ റേഡിയസും ആ സർക്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ളത് പെർഫെക്റ്റ് കോറിലേഷനാണ്. എന്ന് പറഞ്ഞാൽ റേഡിയസിനനുസരിച്ചിട്ടാണ് എന്ത് വരിക, ആ സർക്കിളിൻ്റെ ഏരിയ വരിക. ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ റേഡിയസ് 5 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? 25 പൈ ആയിരിക്കും. ഇനി റേഡിയസ് 6 ആയാൽ 36 പൈ ആണ് ഏരിയ വരിക. അപ്പോൾ നമ്മൾ എത്രയാണോ റേഡിയസ് എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഏരിയ വരിക. അതാണ് ഒരു വേരിയബിൾ മറ്റേ വേരിയബിളിന് പ്രൊപ്പോർഷൻ ആവുക. അതേപോലെ സെയിൽസ് ആൻഡ് റവന്യൂ, ഡേ ഓഫ് വർക്കിംഗ് ആൻഡ് ഇൻകം ഓഫ് ഡെയിലി ഏജ് വർക്കേഴ്സ്. നമ്മൾ ജോലി ചെയ്യുന്നപ്പം ഡെയിലി വേജ് വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ ദിവസം ജോലിക്ക് പോകണം. ജോലിക്ക് പോയാൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻകം കിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ ഇന്ന് പോയാൽ അവർക്ക് ഇന്നത്തെ ഇൻകം കിട്ടും. 5 ദിവസം ലീവായ 5 ദിവസത്തെ ഇൻകം കുറയും. അതാണ് പ്രൊപ്പോർഷൻ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പോകുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, നമുക്ക് കിട്ടുന്ന ഇൻകം ഉണ്ടാവുക. അതേപോലെ ഹവേഴ്സ് ഓഫ് വർക്കിംഗ് ആൻഡ് പവർ കൺസംഷൻ ഓഫ് ഇലക്ട്രിക് അപ്ലയൻസസ്. നമ്മൾ വീട്ടിൽ എത്ര മണിക്കൂർ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുവോ അതിനെ പ്രപ്പോർഷൻ ചെയ്തിട്ടായിരിക്കും എന്ത് വരിക, ഈ എക്സ്പെൻഡിച്ചർ, ഇലക്ട്രിസിറ്റി എക്സ്പെൻഡിച്ചർ വരിക. എക്സാമ്പിൾസ് ഓർ വേരിയബിൾസ് വിത്ത് പെർഫെക്റ്റ് കോറിലേഷൻ ആർ പ്രഷർ ആൻഡ് വോളിയം, സ്പീഡ് ആൻഡ് ടൈം ടേക്കൺ ഫോർ ട്രാവലിംഗ് ഓഫ് വെഹിക്കിൾസ്, പ്രൈസ് ഇൻഡെക്സ് ആൻഡ് പർച്ചേസിങ് പവർ ഓഫ് മണി. അതായത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. അതായത് റേഡിയസ് ആൻഡ് ഏരിയ ഓഫ് സർക്കിൾ, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതെങ്ങനെയാണ്? അത് പോസിറ്റീവായിട്ടാണ് പോണത്. ഇനി രണ്ടാമത്തേത് പറയുന്നത് പെർഫെക്റ്റ് നെഗറ്റീവാണ്. എന്താണ് പെർഫെക്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ? അതിന് എക്സാമ്പിളാണ് സ്പീഡ് ആൻഡ് ടൈം ടേക്കൺ ഫോർ ട്രാവലിംഗ് ഓഫ് വെഹിക്കിൾസ്. വേഗതയും ദെൻ നമ്മൾ സഞ്ചരിക്കാനെടുത്ത സമയവും. അതായത് നമ്മൾ വേഗത എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മൾ സഞ്ചരിക്കാനെടുത്ത സമയത്തെ ആശ്രയിച്ചിരിക്കും. നമ്മൾ സമയം കുറയുമ്പോൾ വേഗത എന്താവും? കുറയും. നമ്മൾ ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ വേഗത എന്ത് ചെയ്യും? കുറയും. അതേപോലെ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് പർച്ചേസിങ് പവർ ഓഫ് മണി. നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുടെ അളവ് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഓരോ സാധനത്തിൻ്റെയും വിലയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ സാധനത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയ്ക്കും. അതേപോലെ നമ്മൾ വെഹിക്കിളിൽ ട്രാവൽ ചെയ്യാനെടുക്കുന്ന സമയം എന്തിനെ ആശ്രയിക്കും? ഈ വേഗതയെ ആശ്രയിക്കും. നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ വേഗത അവിടെ എന്ത് ചെയ്യും? വേഗത കുറയും. മനസ്സിലായോ? അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 2 കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ വേഗത കുറവാണ്. 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ആകെ നമുക്ക് ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. വേഗത കുറയുമ്പോൾ അതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. ഇനി രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ നമുക്ക് പഠിക്കണം. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് പഠിക്കണം. അത് പഠിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ആർ ഡിസ്കസ്ഡ് ബിലോ. നമുക്ക് ഒരുപാട് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. 3 മെത്തേഡ്സ് മെയിനായിട്ട് നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്കാറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ സ്കാറ്റർ മെത്തേഡ്. സ്കാറ്റർ ഡയഗ്രാം ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡയഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടി ഒരു ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടെത്തുക. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഔട്ട് വെദർ ദർ ഇസ് എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ് ബൈ പ്ലോട്ടിംഗ് ദി വാല്യൂസ് ഓൺ ദി ചാർട്ട്. എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത്. വെറും വാല്യൂസ് നമ്മളിങ്ങനെ ഈ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്കാറ്റർ പ്ലോട്ട് ഡയഗ്രാം. ഇത് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം, സ്കാറ്റർ മെത്തേഡ്, സ്കാറ്റർ പ്ലോട്ട് എന്നൊക്കെ വിളിക്കാറുണ്ട്. ദ ടൈപ്പ് ഓഫ് കോറിലേഷൻ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ദിസ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ കൂടി നമുക്ക് ഇത് ഏത് തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണോ, നെഗറ്റീവ് കോറിലേഷൻ ആണോ, അല്ലെങ്കിൽ നോ കോറിലേഷൻ ആണോ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു അത് 3 കാര്യങ്ങൾ. ലുക്ക് അറ്റ് ദ സ്കാറ്റർ പ്ലോട്ട്സ്. അതിൽ ആദ്യത്തെ പിക്ചർ നോക്ക്. ഇതാണ് ആദ്യത്തെ പിക്ചർ കേട്ടോ. 1.4 represent the scatter plot of price x and supply of a certain commodity. ഇവിടെ നമ്മൾ എക്സ് ആക്സിൽ ഇതാണ് എക്സ് ആക്സിസ് ഇങ്ങനെ വരച്ചിരിക്കുന്നതാണ് എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിൽ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? പ്രൈസ്. എക്സ് ആക്സിൽ നമ്മൾ പ്രൈസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതേസമയം ഇവിടെ ക്വാണ്ടിറ്റി, അളവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് എക്സ് ആക്സിൽ പ്രൈസും വൈ ആക്സിൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ അതിനനുസരിച്ച് വാല്യൂ അനുസരിച്ച് നമ്മളവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചതാണ്. ദ പോയിൻറ്റ്സ് ഇൻ ദി സ്കാറ്റർ ഡയഗ്രാം ആർ റൈസിങ് ഫ്രം ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ടു അപ്പർ റൈറ്റ്. അല്ലേ? ഇറ്റ് ഷോസ് ദർ ഈസ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദ വാരിയബിൾ. ഈ ചിത്രത്തിലെ നമ്മളുടെ ഡോട്ട്സ് വരുന്നത് ഈ സീറോനോട് അടുപ്പിച്ച് വരുന്നൊരു സ്ഥലത്താണ്. അതായത് താഴെയിൽ നിന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവിൽ നിന്ന് പിന്നെ വർധനവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ ആണെന്നാണ് പറയുന്നത്. ആദ്യം കുറഞ്ഞു, പിന്നെ അങ്ങോട്ട് പോകും തോറും വർദ്ധിക്കുക. ദാറ്റ് ഈസ് പോസിറ്റീവ് കോറിലേഷൻ. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ ഇതേപോലെ എക്സ് ആക്സും വൈ ആക്സും ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ പിക്ചർ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഡോട്ട് ഇവിടെയാണ് വരുന്നത് അല്ലേ. പിന്നത്തെ ഡോട്ട്സ് വരുന്നതനുസരിച്ച് നമ്മുടെ ചിത്രം ഇങ്ങനെ താഴേക്ക് സഞ്ചരിക്കുകയാണ്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇതൊരു നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ പിക്ചറിലേക്ക് നോക്കാം. ഇവിടെ എക്സ് ആക്സിൽ ഹൈറ്റും വൈ ആക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്കോറുമാണ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസും ആ കുട്ടികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ കിട്ടിയ മാർക്കുമാണ് വൈ ആക്സിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും ദർ ഈസ് നോ റിലേഷൻ. കാരണം ഡോട്ട്സ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ്. ഓക്കെ. ഇനി ലാസ്റ്റ് പിക്ചർ നോക്കൂ. 1.7. ഈ പിക്ചറിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ പിക്ചറിൽ ഡോട്ട്സ് എല്ലാം ഒരേ ലൈനിൽ ഇങ്ങനെ ചരിച്ചാണ് വരുന്നത്. ദ പ്ലോട്ടഡ് പോയിൻറ്റ്സ് ഇൻ ദ സ്കാറ്റർ പ്ലോട്ട് ആർ ഫാളിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അല്ലേ. നോക്ക്. ഫ്രം ലോവർ ലെഫ്റ്റ് ഹാൻഡ് to the upper right hand, it shows that there is perfect positive correlation between the variable. അതുകൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇവിടുന്ന് താഴേന്ന് മുകളിലോട്ടാണല്ലോ പോണത്. അപ്പോൾ ഏറ്റവും കുറവിൽ നിന്ന് പിന്നെ വർധനവില്ല. അതുകൊണ്ട് തന്നെ ഇത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഈ ചിത്രം തന്നെ കാണാതെ പഠിച്ചേക്കണം. എക്സാം ചിത്രം തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കും. ഇനി ലാസ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ആദ്യം കൂടുതലായിരുന്നു, പിന്നെ താഴേക്ക് വരികയാണ്. സോ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ്
നെഗറ്റീവ് കോറിലേഷൻ. ഇത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ നമുക്ക് 5 എണ്ണം പഠിക്കണം. 1 പോസിറ്റീവ് കോറിലേഷൻ, 2 നെഗറ്റീവ് കോറിലേഷൻ, 3 നോ കോറിലേഷൻ, 4 പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, 5 പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് സ്കാറ്റർ ഡയഗ്രാം ചെയ്യുക. നമുക്കൊരു സ്കാറ്റർ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കണം, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ്. വളരെ സിമ്പിളാണ്, ആർക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കാണുന്നവർക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് തോന്നുക. പിന്നെ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, എളുപ്പത്തിൽ മനസ്സിലാവും. ഗീവ്സ് എ റഫ് ഐഡിയ അറ്റ് എ ഗ്ലാൻസ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കൊരു റഫായിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, ഒരു റഫായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് മനസ്സിലാവും. നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. പിന്നെ എക്സ്ട്രീം ഐറ്റംസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റത്തിനെയും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് പൂർത്തീകരിക്കാം. പിന്നെ ഡീമെറിറ്റ്സ് എന്താ പറയുന്നത് വെച്ചാൽ ഡസ് നോട്ട് ഗീവ് ദ എക്സാക്ട് ഡിഗ്രി പോലെ. കണ്ടോ, ഈ സ്കാറ്റർ മെത്തേഡിൽ കൂടെ നമ്മൾ കണ്ടെത്തുന്ന കോറിലേഷൻ പോസിറ്റീവാണ്, നെഗറ്റീവാണ്, പെർഫെക്റ്റ് പോസിറ്റീവാണ്, പെർഫെക്റ്റ് നെഗറ്റീവാണ്, നോ കോറിലേഷൻ ആണെന്ന് പറയും. പക്ഷേ എത്രയാണ് കോറിലേഷൻ, എത്രയാണ് 1.2 അങ്ങനെ ഒരു ഫിഗർ ആയിട്ട് പറയുന്നില്ല. പോസിറ്റീവ്, നെഗറ്റീവ്, അങ്ങനെ ഒരു കോറിലേഷൻ്റെ പേര് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, നമുക്കിനി സ്കാറ്റർ ഡയഗ്രാം പ്ലോട്ട് ചെയ്ത് പഠിക്കാം.